ചന്ദ്രയെ സഹായിക്കാൻ നിങ്ങൾ ബന്ധുക്കളാരും തയ്യാറില്ലേ? ഞങ്ങൾക്ക് കഴിവില്ല സാർ. ഇത്രയും തുകയൊന്നും ഒരുമിച്ചെടുക്കാൻ ഞങ്ങളെ കാണില്ല. തന്നെയുമല്ല, ജീവിച്ചിരുന്നപ്പോൾ നടേശൻ സാറിന് ഞങ്ങളെയൊക്കെ വളരെ പുച്ഛമായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ അയാൾ ആരെയും സഹായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കളാരും സഹായിക്കാൻ സാധ്യതയുമില്ല. ചന്ദ്രയോ? അവളെങ്ങനെയായിരുന്നു പണ്ട്? ഇവളും അങ്ങനെ തന്നെയായിരുന്നു. നല്ല തലക്കനമായിരുന്നു. അപ്പോ ഈ വീട് ബാങ്കുകാർ കൊണ്ടുപോകുന്നു ചുരുക്കം. അതെങ്ങനെയാ? നിങ്ങളൊക്കെ ഇല്ലേ സഹായിക്കാൻ? നിങ്ങൾ വിചാരിച്ചാൽ കടം തീർക്കാൻ പറ്റില്ല. ബാങ്കിലെ കടമല്ലാതെ വേറെ ഏതെങ്കിലും കടം ഈ വീടുമായി ബന്ധപ്പെട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയോ? അതറിയില്ല. ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല, ബാങ്കിന്റെ കടം തീർത്ത് ആധാരം തിരിച്ചെടുത്തു എന്ന് വയ്ക്കുക. അപ്പോ വേറെ ആരെങ്കിലും വന്ന് അറ്റാച്ച് ചെയ്യുമെന്നാ ചോദിച്ചതിന്റെ അർത്ഥം. അങ്ങനെ പറയാൻ ഞാനാളല്ല. നടേശ സാറിന്റെ ഒരു ഇടപാടിനെ കുറിച്ചും എനിക്കറിയില്ല. ചന്ദ്രയ്ക്കറിയായിരിക്കും. അവളോട് ചോദിക്കുന്നതായിരിക്കും ബുദ്ധി. അച്ഛന്റെ പട്ടടയുടെ അടുത്ത് നിന്ന് കണ്ണീരൊലിപ്പിച്ചിട്ട് ഇനി എന്താ കാര്യമുള്ളത്? പോകാനുള്ളവർ പോയി. ഇനി നമ്മൾ വേണം എല്ലാം ചെയ്തു തീർക്കാൻ. നമ്മളെന്ന് ഞാനൊരു ആവേശത്തിൽ പറഞ്ഞതാ. നീ വേണം എല്ലാം ചെയ്യാൻ. വീട് ബാങ്കുകാരെ ലേലത്തിൽ വിറ്റാ ബാക്കി പൈസ എന്തെങ്കിലും കിട്ടുമോ? അതോ ഇനി അങ്ങോട്ട് വല്ലതും കൊടുക്കേണ്ടി വരുമോ? അതിനാ സാധ്യത കൂടുതൽ. പലിശയുടെ പലിശയുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു ചായ പോലും കുടിച്ചില്ലല്ലോ. അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ എവിടെന്നാ ചായ? എന്റെ വീട് അപ്പുറത്താ, ഞാൻ കൊണ്ടുവരാം. വേണ്ട, ഞങ്ങൾക്ക് ഉടനെ തിരിച്ചു പോകണം. ഒരു 5 മിനിറ്റ് നിന്നാ മതി, എന്റെ ഒരു ചെറിയ സന്തോഷത്തിന്. വേണ്ട, പിന്നെ ഒരിക്കലാവട്ടെ. ഞാനൊരു വഴി പറയാം. കുറച്ചു നാളത്തേക്ക് നീ ഇവിടെ തന്നെ നിൽക്ക്. എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ തീർക്ക്. ഞാൻ ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. എനിക്കെന്തായാലും നിന്റെ കൂടെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാലോ. നിന്റെ അച്ഛനുണ്ടാക്കിയ കടം നീ വേണം തീർക്കാൻ. എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. കാശില്ലാതെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? കാശ് സിദ്ധോട്ടൻ തരാമെങ്കിൽ ഞാൻ എല്ലാ കടങ്ങളും വീട്ടും.